കൂടെ കഴിക്കാൻ കറികളുടെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അതും നല്ല ഈസിയാണെന്ന് മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. തിരക്ക് പിടിച്ച ദിവസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. അതിനാദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണേ. നമുക്കൊരു 2 കപ്പ് അളവിനും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ഒരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തും പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1 കപ്പിൽ അളവിൽ തേങ്ങ ചിരകിയതും പിന്നെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് എടുക്കണേ. നമുക്ക് ഒത്തിരി ലൂസായ ഒരു കൺസിസ്റ്റൻസി വേണ്ട. നമുക്കിതാ കുറച്ച് തിക്കായിട്ട് ഇതുപോലെ ഇരുന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതങ്ങൊഴിച്ച് ഒരുപാട് അങ്ങോട്ട് പരത്താനും നിൽക്കണ്ട. നമുക്ക് കുറച്ചൊന്ന് പയ്യൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാടങ്ങ് പരത്താൻ പറ്റില്ല, കാരണം കുറച്ച് കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണല്ലോ. അതിനുശേഷം നമുക്കത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാവേ. ഒരു സൈഡ് ഏകദേശം നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താണ്ടല്ലോ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണേ. നിങ്ങൾ എന്തായാലും ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.